കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെയുള്ള ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നസറായനായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ഈ സന്ധ്യയിലും ദൈവവചന പഠനത്തിനായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. ഓരോ നാളും കൺമണി പോലെ നമ്മെ കാക്കുന്ന ഈ മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റുകൾ ഏശാതെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയതുപോലെ നമ്മയും നടത്തുന്നതോർത്ത് സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായിട്ടും ദൈവത്തിന് വാഴ്വുകൾ. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരം നമ്മുടെ ലംഘനങ്ങളെ മായിച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, ആ പാപങ്ങളെ തന്നെ നമ്മിൽ നിന്നും ദൂരവേ അകറ്റി നമ്മെ നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. പിന്നെയും നമ്മെ തന്നെ തിരുഹിതത്തിന്റെ പൂർണ്ണതയ്ക്കായി, പൂർത്തീകരണത്തിനായി നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. 2, 3 and 4. And I saw what appeared to be a sea of glass mingled with fire, and also those who had conquered the beast and its image and the number of its name, standing beside the sea of glass, with harps of God in their hands. And they sing the song of Moses, the servant of God, and the song of the Lamb, saying, Great and amazing are your deeds, O Lord God the Almighty. Just and true are your ways, O King of the nations. Who will not fear, O Lord, and glorify your name? For you alone are holy. All nations will come and worship you, for your righteous acts have been revealed. Praise God. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ 15-ഉം 16-ഉം അധ്യായങ്ങൾ ദൈവീക ക്രോധത്തിൻ്റെയും ന്യായവിധിയുടെയും അവസാനത്തെ പടവുകളാണെന്ന്. 6-ാം അധ്യായത്തിലും ഇതിനു മുൻപുള്ള വിശേഷിച്ച് 14-ാം അധ്യായത്തിലുമൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവപ്രവൃത്തികളുടെ പര്യവസാനങ്ങളെക്കുറിച്ച് ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു ആവർത്തനമാണ്, വിശദീകരണമാണ് ഈ 2 അധ്യായങ്ങളെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അന്തിമ ന്യായവിധികൾ, ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവം അയക്കുന്ന അന്തിമ ന്യായവിധികൾ. അതിൻ്റെ ഉദ്ദേശം 2 തരത്തിലുള്ള ന്യായവിധികൾ നാം കാണുന്നുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ മേലുള്ളത്. 2, നിത്യശിക്ഷാവിധി. ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധികളിൽ നിന്ന് ദൈവത്തോടുള്ള അനുസരണത്താൽ അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയും. ഇനിയല്ല, ശാരീരികമായ രക്ഷപ്പെടൽ ഉണ്ടായില്ലെങ്കിലും അവരുടെ ആത്മാവെങ്കിലും നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ദൈവിക ന്യായവിധികൾ 2 തരം. ഒന്ന്,
ജീവിച്ചിരിക്കെ തന്നെ, മനുഷ്യർ ജീവിച്ചിരിക്കെ തന്നെ ദൈവം ചിലരെ ന്യായം വിധിക്കുന്നു. 2, നിത്യശിക്ഷാവിധി എന്ന ഒരു ശിക്ഷാവിധിയുമുണ്ട്. ഇപ്പൊ 2 തരം ന്യായവിധികൾ. 2 types of judgments. Divine judgments upon men. First is while people are still alive. And second, after the death, after the resurrection of the dead, at the great white throne. That is the final judgment, the last or eternal condemnation. ഇങ്ങനെ 2 ന്യായവിധികൾ. മനുഷ്യർ ജീവിച്ചിരിക്കെ തന്നെ ദൈവം അവരെ ന്യായം വിധിക്കുന്ന ന്യായവിധികളുണ്ട്. 2, നിത്യശിക്ഷാവിധി എന്ന അന്ത്യന്യായവിധിയുണ്ട്. അത് മനുഷ്യന്റെ മരണശേഷം, കുറെ കൂടെ ശരിയായിട്ട് പറഞ്ഞാൽ മരിച്ചവരുടെ ഉയർപ്പിന് ശേഷം. അതിൽ മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് ശരീരത്തിൽ ദൈവം കൊടുക്കുന്ന ന്യായവിധികൾ അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളതാണ്. The purpose of the judgment while people are still alive is repentance. മാനസാന്തരമാണ്. നമ്മൾ നിത്യസുവിശേഷത്തിൽ കണ്ടതുപോലെ, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്താ നിത്യസുവിശേഷത്തിൽ നമ്മൾ കേട്ടത്? നിത്യസുവിശേഷത്തിന്റെ സന്ദേശം ഓർമ്മയുണ്ടോ? Fear God and give him glory, because the hour of his judgment has come. Yeah. And therefore, and worship him who made heaven and earth, the sea and the springs of water. yes. ഇതാണ് ജീവിച്ചിരിക്കെയുള്ള ന്യായവിധിയുടെ ലക്ഷ്യം. Fear God. Recognize him. ആരാണ് സത്യദൈവമെന്ന് തിരിച്ചറിയുക. എന്നിട്ട് ആ ദൈവത്തെ ഭയപ്പെടുക. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് ഭക്തി കാണിക്കുക. ആ ദൈവത്തെ മാത്രം ആരാധിക്കുക. അപ്പം മാനസാന്തരപ്പെടുക. ദൈവത്തെ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് തക്ക യോഗ്യമായ മഹത്വം അർപ്പിക്കുക. അർപ്പിച്ചാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ അതിൻ്റെ ഒരു അടുത്ത ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചിലപ്പോൾ മനുഷ്യർ മാനസാന്തരപ്പെട്ടാലും ദൈവം കൽപ്പിച്ചാക്കിയ താൽക്കാലിക ന്യായവിധിയിൽ നിന്ന്, ശാരീരിക വിധി, ശരീരത്തിൽ ജീവിച്ചിരിക്കെ തന്നെ ദൈവം നിയമിച്ച ന്യായവിധിയിൽ നിന്ന് ചിലപ്പോൾ എന്തുണ്ടാകണമെന്നില്ല? വിടുതൽ, മോചനം ഉണ്ടാകണമെന്നില്ല. പക്ഷേ നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് എന്തുണ്ടാകാം? വിടുതൽ ഉണ്ടാകാം. സംശയമില്ലല്ലോ ഈ പറഞ്ഞതിന്? ഒന്നുകൂടെ പറയാം. 2 types of judgments. One, in this life itself, when people, a person is still living on this earth. Why? What is the purpose? Repentance of the punished, repentance of the judged, repentance of the condemned.
because the person is still alive in this body. If he repents, turns to God, it is possible, not guaranteed, okay, not guaranteed, but it is possible that the judgment may be cancelled. But it is not guaranteed always. It is possible, only a possibility. But even if the judgment is not cancelled, one thing is guaranteed: his eternal condemnation will be cancelled. He can be delivered from, he can be saved from the eternal condemnation with guarantee. രണ്ട് തരം ന്യായവിധികൾ. ഒന്ന്, മനുഷ്യർ ജീവിച്ചിരിക്കെ തന്നെ ലഭിക്കുന്ന ന്യായവിധികളാണ്. അതിന്റെ ഉദ്ദേശം മനുഷ്യർ മാനസാന്തരപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ആ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ആ ന്യായവിധിയുടെ മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴോ, ഓക്കെ, മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴോ ആ ന്യായവിധി തുടങ്ങിക്കഴിഞ്ഞോ എന്ത് ചെയ്യാം? മാനസാന്തരപ്പെടാം. പക്ഷേ അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ആ ന്യായവിധി ഒഴിയാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയേ ഉള്ളൂ, ഉറപ്പില്ല, ഗ്യാരണ്ടി ഇല്ല. എന്നാൽ മാനസാന്തരപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്: വരുവാനുള്ള നിത്യശിക്ഷാവിധിയിൽ നിന്ന് മോചനം ഉണ്ടാവും. യെസ്, ഇത്രയും മനസ്സിലായോ? തെളിവുണ്ടോ? ഉണ്ട്. രണ്ട് തെളിവുകളെങ്കിലും. ഒരെണ്ണം, നോഹയുടെ കാലത്ത് നോഹ പെട്ടകമുണ്ടാക്കുമ്പോൾ അനുസരിക്കാതിരുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ? എടുത്തു ആരെങ്കിലും? പത്രോസ് 3:19 വായിച്ചോളൂ. 1 Peter 3:19. ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അടുത്ത വാക്യമോ? ആ പെട്ടകത്തിൽ അല്പജനം എന്ന് ഓക്കെ. അവിടെ പത്രോസ് എന്താ പറയുന്നത്? നോഹ പെട്ടകം ഒരുക്കുന്ന സമയത്ത് അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് യേശു പ്രസംഗിച്ചു. ഇത് വെച്ചാണ് ചിലരൊക്കെ കരുതുന്നത് മരിച്ചു കഴിഞ്ഞ് യേശു പാതാളത്തിൽ പോയി, പാതാളത്തിൽ എന്നല്ല, നരകത്തിൽ പോയി പ്രസംഗിച്ചെന്നൊക്കെ. അല്ല, പെട്ടകം ഒരുക്കുന്ന സമയത്തെ കാര്യമാണ്. ഇപ്പോൾ അവർ തടവില, ആ ആത്മാക്കൾ തടവില. കുറച്ചും കൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ, ഒരു പക്ഷേ പെട്ടകം അതിൻ്റെ കിളിവാതിൽ അടച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് പ്രസംഗിച്ചു. അന്ന് അവരാരും ചെവിക്കൊണ്ടില്ല. പ്രസംഗിച്ചതുപോലെ ദൈവന്യായ വിധി പ്രളയമായിട്ട് അയച്ചു. പ്രളയം വന്നു. അപ്പോൾ ഒത്തിരി പേര് വിശ്വസിച്ച് കാണും. പക്ഷേ അവർ വിശ്വസിക്കുകയോ മാനസാന്തരപ്പെടുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആ പ്രളയ ന്യായവിധിയിൽ നിന്നുള്ള രക്ഷപ്പെടിയിൽ
എന്ന വിഷയത്തിൽ ഉണ്ടായോ? ഇല്ല. മഴയുടെ തീവ്രത കുറഞ്ഞില്ല, അവരൊക്കെ വെള്ളം കുടിച്ച് എത്തും. പക്ഷെ അങ്ങനെ ആ സമയത്തെങ്കിലും ആരെങ്കിലും മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ. എന്തേ? വരുവാനുള്ള നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാവും. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലെ ഒരുത്തനെ കുറിച്ച് പറയുന്നുണ്ട്. ജഡസംഹാരത്തിനായിട്ട് അവനെ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കണം. സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്താ പൗലോസ് പറയുന്നത്? എന്റെ ആ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്. ഒരുത്തന്റെ പാപം നിമിത്തം അവന്റെ ശരീരത്തിന്റെ മേൽ ദൈവീക ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി വരുന്നു. അവൻ ആ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടാലും ചിലപ്പോൾ ആ ശാരീരിക പ്രയാസം അവൻ്റേത് മാറുന്നില്ല. അവന് ആ ശാരീരിക പ്രയാസവും ദണ്ഡനവും അനുഭവിക്കേണ്ടി വരും. മാനസാന്തരപ്പെട്ടു, ആ പാപം അവൻ ഉപേക്ഷിച്ചു, പിന്നീട് അവൻ പാപം ചെയ്യുന്നില്ല. പക്ഷേ അവന്റെ മേൽ ദൈവം വരുത്തിയ ന്യായവിധി ദൈവം മാറ്റുന്നില്ല. അതങ്ങനെ തന്നെ. പക്ഷേ ഒരു ഉറപ്പുണ്ട്. എന്തേ? കർത്താവിന്റെ നാളിൽ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ജീവിച്ചിരിക്കെ ഒരുവനെ ദൈവം ന്യായം വിധിച്ചാൽ അവൻ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ചിലപ്പോൾ അവന്റെ മേൽ ദൈവം വരുത്തുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചേക്കാം, സാധ്യതയുണ്ട്. പക്ഷേ ഗ്യാരണ്ടിയില്ല. എന്നാൽ ഒരു കാര്യം ഗ്യാരണ്ടി ഉണ്ട്: വരുവാനുള്ള നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവന് മോചനം. ദാവീദിന്റെ പാപം നമുക്കറിയാം. ദാവീദ് 10 കൽപ്പനകളിലെ 10ാമത്തെ കൽപ്പന ആദ്യം ലംഘിച്ചു, മോഹിക്കരുത് എന്ന കൽപ്പന. മോഹിച്ചു കഴിഞ്ഞപ്പോൾ 7ാമത്തെ കൽപ്പന ലംഘിച്ചു. അത് കഴിഞ്ഞപ്പോൾ 6ാമത്തെ കൽപ്പന ലംഘിച്ചു. ഇങ്ങനെ കൽപ്പനകൾ ഒന്നൊന്നായി ലംഘിച്ച് ദാവീദ് പോകുമ്പോൾ ഒടുവിൽ നാഥാനെ അയച്ച് അവന്റെ പാപം അവന് ബോധ്യപ്പെടുത്തി അവൻ ഒടുവിൽ മാനസാന്തരപ്പെട്ടു. പക്ഷേ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധിയിൽ നിന്ന് ദൈവം പിൻവാങ്ങിയോ? ഇല്ല. ബേത്ശേബയിൽ ആ പാപത്തിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദാവീദ് ഒരാഴ്ച. പക്ഷെ ദൈവം ആ കുഞ്ഞിനെ ബാധിച്ചു, ആ കുഞ്ഞ് മരിച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അബ്ശാലോമിന്റെ അവൻ പ്രതിയോഗിയായി എഴുന്നേറ്റത്, അബ്ശാലോമിന്റെ മത്സരം, റിവോൾട്ട് ഓഫ് അബ്ശാലോം, അതുപോലും ദാവീദ് ബേത്ശേബയുമായുള്ള ബന്ധത്തിൽ ചെയ്ത ദൈവം ക്ഷമിച്ചതുമായ പാപങ്ങളുടെ പരിണിത ഫലങ്ങളായിരുന്നു. അവന്റെ കുടുംബത്തിൽ നിന്ന് വാൾ വിട്ടുമാറിയില്ല. അവന്റെ മക്കൾ തമ്മിൽ തല്ലി മരിച്ചു. അവന് പോലും ചെരുപ്പിടാതെ ഓടിപ്പോകേണ്ട സ്ഥിതി ഉണ്ടായി. ഇതെല്ലാം എന്തിന്റെ ഫലമായിട്ട് സംഭവിച്ചു? ദാവീദ് ചെയ്ത പാപത്തിന് അവൻ ജീവിച്ചിരിക്കെ തന്നെ ദൈവം കൊടുത്ത
ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷയുടെ ഫലമായി. അതൊന്നും അവന്റെ മാനസാന്തര നിമിത്തം ദൈവം മാറ്റിയില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് അവനെ തള്ളിയോ? ഇല്ല. ഇല്ല. പരിശുദ്ധാത്മാവിനെ എടുത്തു കളഞ്ഞോ? ഇല്ല. സ്തോത്രം. അപ്പോൾ നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവനെ വിമോചിപ്പിച്ചു. പക്ഷേ താൽക്കാലിക ശിക്ഷാവിധി ദൈവം റദ്ദാക്കിയില്ല. ഇത്രയും പറഞ്ഞത് വ്യക്തമായല്ലോ? സ്തോത്രം. പാസ്റ്റർ, നോഹയുടെ കാലത്ത് ഈ തടവിൽ കിടന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് പാതാള പർദീസയിലുള്ളവരാണോ അതോ യാതനാ സ്ഥലത്തുള്ളവരാണോ? ഇപ്പോൾ തടവിലുള്ളവരെന്നാണ് പത്രോസ് ഉദ്ദേശിച്ചത്. പത്രോസ് ഇത് പറയുന്ന സമയത്ത് തടവിലുള്ള ആത്മാക്കളെന്ന. അന്ന് അവർ മാനസാന്തരപ്പെട്ട് ഈ പറഞ്ഞതുപോലെ കർത്താവ് അവരുടെ പാപങ്ങളെ ക്ഷമിച്ചതായിരുന്നു എങ്കിൽ അവരെ കുറിച്ചാണെങ്കിൽ അപ്പർഷിയോൾ പർദീസ എന്ന് പറയാം. അല്ലാത്തവരാണെങ്കിൽ അവർ നരകത്തിൽ തന്നെ കിടക്കുന്നവർ. ഇരുകൂട്ടരോടും ക്രിസ്തു ആത്മാവിൽ ചെന്ന് മാനസാന്തരപ്പെടാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പർദീസയിലും, അല്ല എങ്കിൽ യാതനാസ്ഥലത്തുമാണ്. ആ ആത്മാക്കൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വന്നിട്ടില്ലെന്നർത്ഥത്തിലാണ് പത്രോസ് പറയുന്നത്. അപ്പൊ തടവിലുള്ള ആത്മാക്കൾ എന്ന് അവിടെ പറയുമ്പോൾ കൂടുതലും നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുന്നത് അപ്പോഴും അവർ തടവിൽ തന്നെ. അങ്ങനെയാകുമ്പോൾ അവർ മാനസാന്തരപ്പെട്ടവരല്ല എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തം. കാരണം പത്രോസ് ഇത് പറയുമ്പോൾ പർദീസയിൽ അബ്രഹാം പിതാവിന്റെ മടിയെന്ന് പറയപ്പെടുന്ന മുകളിലത്തെ പാതാളത്തിൽ ആളില്ല. പത്രോസ് ഇത് പറയുന്ന സമയത്ത് ആളില്ല. അതുകൊണ്ട് ഇത് മറ്റുള്ള തടവിലുള്ളവർ തന്നെ എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ളത്. അതായത് യാതനാസ്ഥലത്തുള്ളവർ, അനുസരിക്കാതിരുന്നവർ, എന്നിട്ടും അവർ അനുസരിച്ചില്ല എന്ന അർത്ഥത്തിൽ. കർത്താവ് പോയി പ്രസംഗിക്കുമ്പം അപ്പർഷിയോളിലും ആളുണ്ടല്ലോ. കർത്താവ് പോയി അവിടെ പ്രസംഗിച്ചില്ല. അവിടെ പ്രസംഗിച്ച കാര്യമല്ലത്. കർത്താവ് മരിച്ച ശേഷം പോകുന്ന കാര്യമല്ല. ഈ മനുഷ്യർ ശരീരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് പ്രസംഗിച്ച കാര്യമാണ്. അപ്പം നോഹ പ്രസംഗിച്ചു. ആത്മാക്കൾ എന്ന് പറയുന്നത് ജീവിച്ചിരുന്നപ്പോഴാണ്. അതെ, ഇപ്പോൾ അവർ തടവിലാണെങ്കിലും അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. ഇവർ തടവിൽ അല്ലെങ്കിൽ ഇവർ മരിച്ച് പർദീസയിലോ യാതനാസ്ഥലത്തോ പോയതിന് ശേഷം അവിടെ പോയി പ്രസംഗിച്ചെന്ന കാര്യമല്ല. നോഹ പെട്ടകം ഒരുക്കുന്ന കാലത്ത് ഇവരോട് പ്രസംഗിച്ചത് അവർ ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ്. മരിച്ചതിന് ശേഷം അവരോട് പോയി പ്രസംഗിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുക എന്നുള്ളതും വേദപുസ്തകത്തിന്റെ മൊത്തമായ ഉപദേശത്തിന് യോജ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇത് എപ്പോഴത്തെ കാര്യമാണ്? പെട്ടകം ഒരുക്കുന്ന സമയം, ജലപ്രളയത്തിന്റെ കാലത്ത്. അന്ന് ഇവർ മരിച്ചിട്ടില്ല.
അന്ന് ഇവർക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ, അന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ നിത്യശിക്ഷാവിധിയിൽ നിന്ന് മോചിക്കപ്പെടാമായിരുന്നു. തടവിലുള്ള ആത്മാക്കൾ എന്ന് പറയും. ഇപ്പോൾ അവർ തടവിലായിരിക്കുന്നു. ഓ, ആത്മാക്കളോടല്ല പ്രസംഗിച്ചത്, അവർ ജീവനോടിരുന്ന സമയത്ത്. they are waiting, right? ആ അതിന് ഒരു തെളിവും കൂടെ നമ്മുടെ തിരുവത്താഴ വേളകളിൽ നമ്മൾ പറയുന്ന വാക്യം 1 കൊരിന്ത്യർ 11:32 മുതൽക്കുള്ള വാക്യങ്ങളിൽ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. അവിടെ വിധിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം ന്യായം വിധിച്ച് നാം ശിക്ഷ അനുഭവിക്കുക എന്നതാണ്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മുടെ പാപങ്ങളെ സമ്മതിച്ചാൽ ദൈവം നമ്മെ ശിക്ഷ വിധിക്കില്ല, അല്ലെ ന്യായം വിധിക്കില്ല എന്നാണ് അർത്ഥം. എന്നിട്ടും നാം നമ്മുടെ പാപങ്ങളെ അംഗീകരിച്ചിട്ടും മാനസാന്തരപ്പെട്ടിട്ടും ദൈവം നമ്മെ ന്യായം വിധിക്കുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ബാലശിക്ഷ. എന്തിനു വേണ്ടിയാണ്? അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ, മനസ്സാന്തരം. ലോകത്തോടുകൂടെ ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും നാം ഒഴിവുള്ളവരാകാൻ. അതാണ് ഞാൻ ആദ്യവും പറഞ്ഞത്. ദൈവം നമ്മെ ശിക്ഷിക്കാം, ന്യായം വിധിക്കാം. ജീവനോടിരിക്കെ ഒരുവനെ ശിക്ഷിച്ചാൽ, ന്യായം വിധിച്ചാൽ, അവൻ മാനസാന്തരപ്പെടുന്നെങ്കിൽ ശിക്ഷ ഒഴിഞ്ഞു പോകാം. ഇനി അഥവാ ഇല്ലെങ്കിലോ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം ഉറപ്പ്. അതാണ് തിരുവത്താഴ വേളകളിലെല്ലാം നാം പറയുന്നത്. അപ്പൊ നോഹയുടെ കാലത്തെ മാനസാന്തരപ്പെട്ട് പെട്ടകത്തിൽ കയറാതിരുന്നവരോട് പണ്ട് പ്രസംഗിച്ച കാര്യമാണ് പത്രോസ് അവിടെ എടുത്തു പറയുന്നത്. അതല്ലാതെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിന് ശേഷം നരകത്തിൽ പോയിട്ടോ ഏതെങ്കിലും മുകളിലത്തെയോ കീഴെയുള്ളതോ ആയ പാതാളത്തിൽ പോയോ പ്രസംഗിച്ച കാര്യമല്ല പറയുന്നത്. പത്രോസ് ഇത് പറയുമ്പോൾ ആ ആത്മാക്കൾ തടവിലായിരിക്കുന്നു എന്നേ ഉള്ളൂ. അവർ തടവിലാക്കപ്പെട്ട ശേഷമല്ല അവരോട് പ്രസംഗിച്ചത്, അവർ ശരീരത്തിൽ ജീവിച്ചിരുന്ന സമയത്താണ്. യേശുക്രിസ്തു മരിച്ച ശേഷം മൂന്ന് ദിവസം ഉയർന്നേക്കാൻ വന്നില്ല. ആ സമയത്ത് എവിടെ യേശുക്രിസ്തു പതാളത്തിൽ പ്രസംഗിച്ചില്ലേ? ആ സമയത്തായിരുന്നു പറുദീസയിൽ. അവിടെ പ്രസംഗിച്ചോ? അവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം ഞാൻ തെളിച്ചു വെച്ചിരുന്നത് ഇത് പാതാളത്തിൽ ചെന്ന് ഈ നോഹയുടെ കാലത്ത് മരിച്ചവരോട് പ്രസംഗിച്ചു എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നു. പ്രസംഗിച്ചാലും അവർക്ക് രക്ഷപ്പെടാനൊക്കെ ഇല്ല. 3 ദിവസം പിന്നെ എന്തൊടുക്കായിരുന്നു? അവിടെ ചെന്ന് പിന്നെ എന്തൊടുക്കായിരുന്നു? യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ അനുസരിക്കേണ്ടതെല്ലാം അനുസരിച്ചതുപോലെ ക്രിസ്തുവിന്റെ മരണശേഷവും ഒരു മനുഷ്യന്റെ ആത്മാവ്, നീതിമാനായ ഒരു മനുഷ്യന്റെ ആത്മാവ് പറുദീസയിൽ വിശ്രമിക്കുന്നത് പോലെ യേശുവിന്റെ ആത്മാവും അവിടെയായിരുന്നു. അവിടെ യേശുവിന് പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ടതില്ല. നമ്മൾ പ്രസംഗകർ പൊതുവെ പറയുന്നത് യേശു അവിടെ പോയി പ്രസംഗിച്ചു എന്നൊക്കെയാണ്. ഇനിയും പ്രസംഗിക്കണമായിരുന്നെങ്കിൽ പോലും ഈ 3 ദിവസത്തിന്റെ ആവശ്യം ഇല്ല. ഒരു വിളംബരം മാത്രം മതി.
നിങ്ങൾ കാത്തിരുന്ന വിമോചനത്തിന്റെ സന്ദർഭം വന്നിരിക്കുന്നു. യേശു ഉയർത്തതിന് ശേഷം അവിടെ പ്രത്യേകിച്ച് പ്രസംഗമൊന്നും നടത്താതെ ആ ആത്മാക്കളെ മുഴുവനും കൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോവുകയേ ചെയ്തുള്ളൂ. എഫേസ്യർ 4:7 തൊട്ട് വായിക്കുന്നത് പോലെ അവൻ ഇറങ്ങി, എന്നിട്ട് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അവിടെ പ്രസംഗിച്ചിട്ട് അവരാരും പ്രത്യേകിച്ച് അവരെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഹാബേൽ തുടങ്ങിയുള്ള സകല വിശുദ്ധന്മാർക്കും യേശുവിനെ അറിയാം. യേശുവിന് അവിടെ പ്രസംഗമല്ല, അവരെ വിമോചിപ്പിച്ച് പിതൃസന്നിധിയിൽ എത്തിക്കുക എന്നതാണ് കർത്തവ്യം, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യം, മിഷൻ. അത് യേശു ചെയ്തു. പിന്നെ മൗനമായിട്ട് യേശു ചെയ്തെന്നൊന്നും നമ്മൾ വിശ്വസിക്കണ്ട. തീർച്ചയായും അവിടെ ഒരു കോൺവെർസേഷൻ, ഒരു ആശയവിനിമയം നടന്നിരിക്കും. എന്നാൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യം അവിടെ എന്ത് എന്നുള്ളതാണ്. ഇനി അവിടെ അബ്രഹാം പിതാവിന്റെ മടി എന്ന പറുദീസയിൽ പോയി യേശു പ്രസംഗിച്ചെന്ന് വന്നാലും അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഉപദേശ പെശകൊന്നും അവിടെ വരുന്നില്ല. ക്രിസ്തു ക്രൂശിൽ കൈവരിച്ച വിജയത്തിന്റെ ഉദ്ഘോഷണം അവിടെ ഉണ്ടായി എന്ന് വരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ആ പ്രസംഗം കേട്ടിട്ടല്ല അവരാരും മാനസാന്തരപ്പെടുന്നത്. എന്നാൽ അവർ കാത്തിരുന്ന ദിവസം വന്നു എന്ന ഉദ്ഘോഷണം ഉണ്ടാകുന്നത് തീർച്ചയായും അവിടെ ആനന്ദകരം തന്നെയാണ്. ആ ഒരു പ്രഖ്യാപനം തീർച്ചയായും ഉണ്ടായി, കർത്താവ് ചെയ്തിരിക്കാം. അല്ല, പക്ഷെ ആത്മാവിൽ ചെന്നു, ആത്മാവിൽ ചെന്ന് തടവിലുള്ളവരോട് പ്രസംഗിച്ചു. ആത്മാവിൽ ചെന്നു എന്ന് പറയുമ്പോൾ താൻ ജഡത്തിൽ ഇരിക്കുമ്പോഴല്ല, മരണത്തിന് ശേഷം തടവിലുള്ളവർ പ്രസംഗിച്ചെന്ന് പറയുമ്പോൾ ആ തടവിലുള്ളവരാരാ? യേശുവിൻ ആത്മാവിൽ എന്ന് പറയുന്നത് ശരീരത്തിൽ ജനിച്ച് മരിച്ച ശേഷമുള്ള അവസ്ഥയല്ല. പണ്ട് നോഹയുടെ കാലത്ത് പ്രസംഗിച്ചപ്പോഴും നോഹയാ പ്രസംഗിച്ചത്, പക്ഷെങ്കിൽ ആത്മാവാരുടേതായിരുന്നു? ക്രിസ്തുവിന്റെ അതുകൊണ്ട് ആത്മാവിൽ എന്ന് പറയുമ്പോ മരിച്ച് ഈ 3 ദിവസത്തിനകം എന്ന് നിർബന്ധമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, മരിച്ചവരോട് പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യർത്ഥം എന്ന് വരില്ലേ എന്നൊരു കാര്യം വരത്തില്ലേ, ഒരു കാര്യം പറയുന്നില്ല? അത് ഉയർപ്പിനെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 15 പറയുമ്പോഴാണ് പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചതും മറ്റും വ്യർത്ഥം, ഉയർക്കാത്ത യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് വ്യർത്ഥം എന്നുള്ള നിലകളിൽ പറയുന്നത്. അപ്പം യേശുക്രിസ്തു ആത്മാവിൽ ചെന്നു എന്നതുകൊണ്ട് മരിച്ചതിന് ശേഷം ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നല്ല. അങ്ങനെ വരുമ്പോൾ വേദപുസ്തകത്തിന്റെ പൊതു ഉപദേശത്തിന് വിപരീതമാണത്. ആ ഒരു ആശയം വെച്ചുകൊണ്ടാണ് കത്തോലിക്ക, ഓർത്തഡോക്സ് സഭകൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യം ഒക്കെയാണ് അവർക്ക് സഹായകമായിട്ട് അവരെടുക്കാറുള്ളത്. അവര് പറയുന്നത് അവർ ജഡത്തെ ദൈവം ശിക്ഷ വിധിച്ചു, അവർ ചെയ്ത തെറ്റും ദൈവം ജഡത്തെ ശിക്ഷ വിധിച്ചു, ആത്മാവിൽ അവരെ വിടുവിച്ചു. അങ്ങനെ അവരുടെ ഒരു സമുദായം, ഒരു ആർഗ്യുമെന്റ്സ്. ആത്മാവിൽ അവരെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോൾ? അവർ മരിച്ച് ചെന്നതിന് ശേഷമോ? അങ്ങനെ
അതിന് യേശുവിന് പോയി പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ. യേശു ചെന്ന് പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ട് അവരെ വിടിയിച്ചുകൊണ്ട് പറുദീസയിൽ അപ്പോൾ കൊണ്ടുപോയി അപ്പോൾ മരിച്ചതിന് ശേഷം മാനസാന്തരപ്പെട്ടു എന്ന്. മാനസാന്തരപ്പെട്ടു. അത് അവർ ബൈബിളിന്റെ ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ കൊടുത്തു. അത് ജലപ്രളയം. പിന്നെ അപ്പോൾ അങ്ങനെയാകുമ്പോ ഇന്നും കള്ള് കുടിച്ച് എല്ലാവരും കള്ള് കുടിച്ച് മരിച്ച ഒരുത്തന് മരിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് അവന് മാനസാന്തരത്തിന് അവസരം കൊടുക്കും എന്ന അവരുടെ ഉപദേശം അതുകൊണ്ട് സ്ഥാപിക്കുന്നു. നമ്മളും അതിന് ആമീൻ പറഞ്ഞാൽ പിന്നെ തിരുവെഴുത്തിന്റെ ഉപദേശത്തിന് എന്ത് പ്രസക്തി? അല്ല, അവര് പറയുന്ന കള്ളു കുടിച്ച് വണ്ടി ഇടിച്ചു മരിച്ച മുമ്പ് അവരുടെ ജഡത്തിലെ ശിക്ഷ വണ്ടി ഇടിച്ചു മരിച്ചു. അതെ, പിന്നെ അതാണ് പറഞ്ഞത്. ബൈബിളിന്റെ പൊതുവായ മൊത്തമായ ടോട്ടാ സ്ക്രിപ്റ്റൂറ, ബൈബിളിന്റെ മൊത്തമായ ഉപദേശത്തിന് വിപരീതമാണ് ആ വിശ്വാസവും ഉപദേശവും. അത് അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവർ ഈ കൂട്ടർ മരണാനന്തര കർമ്മങ്ങളും പാപമോചന ചീട്ടുൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അത് ബൈബിൾ ഉപദേശത്തിന് വിപരീതമാണ്. പക്ഷെ ആത്മാവിൽ അവൻ ചെന്നു പ്രസംഗിച്ചെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല വാസ്തു ഇത്രയും പറഞ്ഞിട്ടും. ആത്മാവിൽ അവൻ ചെന്നു നോഹ പെട്ടകം ഒരുക്കുന്ന സമയത്ത് പ്രസംഗിച്ച കാര്യം, നോഹ പെട്ടകം ഒരുക്കുന്ന സമയത്ത് ആത്മാവിൽ ചെന്നെന്ന് പറഞ്ഞാൽ ആരാണ് നോഹയിലൂടെ പ്രസംഗിച്ചത്? ആരുടെ ആത്മാവാ നോഹയിലൂടെ സംസാരിച്ചത്? ക്രിസ്തുവിന്റെ ആത്മാവ്. അത്രേ ഉള്ളൂ. അപ്പൊ നോഹ തന്നെയാ പ്രസംഗിച്ചത്. അവരിൽ ആ പഴയ നിയമ വിശുദ്ധന്മാരിൽ ഉണ്ടായിരുന്ന ആത്മാവ് ആരുടെ ആത്മാവ്? ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ക്രിസ്തുവിന്റെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ആരാ അവരോട് സംസാരിച്ചത്? ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്. അല്ല, ഒന്ന് പത്രോസ് പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിന്റെ. ഒന്ന് പത്രോസ് 1:10 തൊട്ടുള്ള വാക്യങ്ങളിൽ ആ കാര്യം പത്രോസ് വ്യക്തമാക്കുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ഇരുന്ന കഷ്ടങ്ങളെ അപ്പൊ അവര് പ്രസംഗിച്ചു. പഴയ നിയമ ഭക്തന്മാർ ഹാബേൽ തുടങ്ങി ഇങ്ങോട്ടുള്ളവരെ ആ കൂട്ടത്തിൽ പെടുത്താം. അന്ന് അവര് പ്രസംഗിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പക്ഷേ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് അവരോടും അവർക്കും വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ. അതുകൊണ്ടാ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് പോലും ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. അപ്പൊ നോഹയുടെ കാലത്തായാലും അബ്രഹാമിന്റെ കാലത്തായാലും മോശയുടെ കാലത്തായാലും ഒക്കെ ഈ ശുശ്രൂഷകൾ ചെയ്തത് മനുഷ്യരാണെങ്കിലും അവരിലൂടെ ഈ ശുശ്രൂഷകൾ ചെയ്യിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവ്. ഇങ്ങേയറ്റം ഇസ്രായേൽ മക്കൾ കുടിച്ച വെള്ളം പുറപ്പെട്ട പാറയെ കുറിച്ച് പോലും 1 കൊരിന്ത്യർ 10 പറയുന്നത് അവരെ അനുഗമിച്ച പാറ ക്രിസ്തു എന്നാണ്. അപ്പോൾ നോഹ പെട്ടകമൊരുക്കുന്ന സമയത്ത് നോഹയിലൂടെ പ്രസംഗിച്ചതൊക്കെ ക്രിസ്തു തന്നെയായിരുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയായിരുന്നു എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. മാസ്റ്റർമാരെ ഇന്നും അത് തന്നെയല്ലോ, ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെ അല്ലേ നമ്മളൊക്കെ പ്രസംഗിക്കുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എക്കാലവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദൈവന്യായവിധിയിൽ ചില മനുഷ്യർ ശാരീരിക പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ
ഈവൻ ശാരീരികമായ മരണത്തിനു പോലും വിധേയപ്പെടുകയാണെങ്കിലും ആ മരിക്കുന്നതിന് മുമ്പും അവർക്ക് മാനസാന്തരപ്പെടുന്നതിന് അവസരമുണ്ട്. മാനസാന്തരപ്പെട്ടാലും മരണമോ ശാരീരിക കഷ്ടമോ നീങ്ങണം എന്നില്ല. പക്ഷേ മരണത്തിന് മുമ്പ് അവർ യഥാർത്ഥമായും മാനസാന്തരപ്പെട്ടാൽ, പൗലോസ് പറഞ്ഞ കൊരിന്ത്യ സഭയിലെ ആ വ്യക്തിയെ പോലെ, ദാവീദിനെ പോലെ ഒക്കെ മാനസാന്തരപ്പെട്ടാൽ വരുവാനുള്ള നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവർ മോചിക്കപ്പെടും. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് പോലെ. അപ്പൊ ജഡപ്രകാരം അവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ്, മരിച്ചതിന് ശേഷമല്ല കേട്ടോ, മരിക്കുന്നതിന് മുമ്പ് അവർ സുബോധത്തോടെ മാനസാന്തരപ്പെട്ടുവെങ്കിൽ, ആ കള്ളന്റെ കാര്യം തന്നെ, ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളന്റെ കാര്യം തന്നെ നല്ല തെളിവ്. അവൻ മാനസാന്തരപ്പെട്ടു, യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചു. നമ്മളെ ഒക്കെക്കാളും ശരിയായിട്ട് മശിഹയെ അല്ലെങ്കിൽ യേശുവിനെ മശിഹയായി സ്വീകരിച്ചത് ആ മനുഷ്യനാണ്. പക്ഷേ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചത് കൊണ്ടോ, അവന്റെ പാപം അവൻ സമ്മതിച്ചത് കൊണ്ടോ, നിത്യജീവന് അവകാശിയാകാൻ, ക്രിസ്തുവിനോടുകൂടെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ അവൻ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞതുകൊണ്ടോ അവന്റെ ക്രൂശ് മാറിയോ? ഇല്ല. ഇല്ല, മാറിയില്ല. അവൻ ആ ശിക്ഷ അനുഭവിച്ചു മരിച്ചു. പക്ഷേ കർത്താവ് ഒരു ഉറപ്പ് കൊടുത്തു, ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പോൾ പറുദീസയിലും കൂട്ടായ്മയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഒരു ഔദ്യോഗിക പ്രസംഗമൊന്നുമല്ല. യേശുക്രിസ്തുവിനോട് കൂടെ അവിടെ ഉണ്ടായിരുന്ന ഹാബയിൽ തുടങ്ങി ഈ മാനസാന്തരപ്പെട്ട് ചെന്ന കള്ളൻ വരെ ഉള്ളവരുടെ ആത്മാക്കൾ ക്രിസ്തുവിനോടൊത്ത് സന്തോഷിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നാം സ്വർഗത്തിൽ ഇനി ചെന്നാലും ശാരീരിക ഉയർപ്പിന് മുമ്പ് തന്നെ മരിച്ചവിടെ ചെന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷം ഉള്ളവരായിരിക്കുന്നു. ഉയർപ്പിന് ശേഷം പ്രതിഫലങ്ങളൊക്കെ കൂടെ കിട്ടും. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിലും, അങ്ങനൊന്നും ഒരു വിഷയം ഇല്ലെന്ന് വെച്ചാൽ പോലും, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ നാം അവിടെ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ദൈവത്തെ അനുഭവിക്കുകയായിരിക്കും. അനുഭവിച്ച് നാം ദൈവത്തെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പാടുകയായിരിക്കും. നമ്മൾ എല്ലാവരും അവിടെ എത്തുന്ന എല്ലാവരും തന്നെ സ്വർഗീയ ഗായക സംഘത്തിൽ ഉൾപ്പെട്ടവരായിരിക്കും. അവിടെ പ്രത്യേകിച്ചൊരു ഗായക സംഘം ഇല്ലെന്ന് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. അവിടെ ചെല്ലുന്ന എല്ലാവരും പാട്ടുകാരാ. സ്തോത്രം. ഈണം കൂടുതലും കുറവൊക്കെ ഇപ്പോഴാ. അവിടെ കുറവുകളില്ലാത്ത ശരീരമായതുകൊണ്ട് നാം എല്ലാവരും തന്നെ പാട്ടുകാരായിരിക്കും. സ്തോത്രം. നാം എല്ലാവരും പാടും. അവിടെ പ്രസംഗമോ വേറെ കാര്യമൊന്നുമില്ല. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ അടുക്കലേക്ക് വന്നാൽ ചിലപ്പോൾ കുഞ്ഞും ഒന്നും പറയണമെന്നില്ല, പക്ഷെ കുഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങ് ഒട്ടി അങ്ങ് കിടക്കും. അത് മതി. ആ കുഞ്ഞിന് എത്രയാണ്, അതാണ് ഏറ്റവും സന്തോഷം. സ്തോത്രം. ചിലപ്പോ അമ്മയോ അപ്പനോ പോലും ഒന്നും മിണ്ടത്തില്ല, കെട്ടിപ്പിടിച്ചേക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടുമായിരിക്കും, ഒരു സ്പർശനം.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം പർദീസയിൽ കർത്താവ് എത്തിയപ്പോഴും ആ കള്ളനോട് പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെ നീ എന്നോടുകൂടെ ഇരിക്കും. ആ കൂട്ടായ്മയുടെ സന്തോഷമാണ് പർദീസയിലെ ആത്മാക്കൾ ക്രിസ്തു അവിടെ ചെന്നപ്പോൾ അനുഭവിച്ച ഏറ്റവും വലിയ കാര്യം. പ്രസംഗത്തിന് പോലും അവിടെ പ്രസക്തി അതിന് താഴെയേ ഉള്ളൂ. വ്യക്തമായോ? സ്തോത്രം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ നിത്യസുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട ആ നിത്യസുവിശേഷം ജനം മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനത്തോടൊപ്പം ദൈവത്തിന്റെ ന്യായവിധി വന്നു എന്ന് പറഞ്ഞത് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ന്യായം വിധിച്ച് മാനസാന്തരത്തിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടും മാനസാന്തരപ്പെടാത്തവരെ ആ ശിക്ഷാവിധികൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മേൽ ചൊരിയുന്ന ന്യായവിധികൾ കൊന്നുകളയുന്നു. അതുകൊണ്ടും അവരുടെ ശിക്ഷാവിധി നോട്ട് യെറ്റ് ഓവർ. യെസ്, നോട്ട് യെറ്റ് ഓവർ. അതുകൊണ്ടും അവരുടെ ശിക്ഷാവിധി തീരുന്നില്ല. അത് മരണാനന്തര നിത്യശിക്ഷാവിധിയിലേക്ക് നീണ്ടുപോകുന്നു. അങ്ങനെ മരിക്കുന്നവരുടെ ആത്മാക്കളും യാതനാസ്ഥലത്തേക്ക് ചെല്ലുന്നു. അവരുടെ ശരീരങ്ങൾ 1000 ആണ്ട് കഴിയുവോളം നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ വായിച്ച ആ 7 മുതൽക്കുള്ള വാക്യങ്ങളിൽ കണ്ട ന്യായവിധിയുടെ നരകവിധിയുടെ സമയം വരെ ഭൂമിയിൽ ഇങ്ങനെ വിശ്രമിക്കുന്നു. മരിക്കുന്ന വിശുദ്ധന്മാരുടെയും പാപികളുടെയും ശരീരത്തിന് ഉയർത്തെഴുന്നേൽപ്പ് വരെ വിശ്രമമാണ്. രണ്ടിനും പ്രത്യേകതകളൊന്നുമില്ല. മനസ്സിലായി കാണുമല്ലോ. The physical body of both the righteous and the wicked are of same condition until the resurrection, bodily resurrection. മരിച്ച വിശുദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും ശരീരങ്ങൾക്ക് ഒരേ അനുഭവം തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ് വരെ. ഉയർപ്പിന് ശേഷം അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ന്യായവിധി നിമിത്തം മരിക്കുന്ന, മാനസാന്തരപ്പെടാതെ മരിക്കുന്ന വ്യക്തികളുടെ ശരീരം ഇവിടെ തന്നെ 1000 ആണ്ട് കഴിയും വരെ വിശ്രമിക്കും, ഈ ഭൂമിയിൽ തന്നെ. എന്നാൽ അവരുടെ ആത്മാക്കൾ യാതനാസ്ഥലത്തേക്ക് പോകും. ഇവിടെ ഈ 15-16 അധ്യായങ്ങളിൽ അങ്ങനെയുള്ള ഇവർ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഒടുവിലത്തെ ശിക്ഷാവിധികളാണ് നാം കാണുന്നത്. ഒരു തെളിവും കൂടെ അതിനു വേണ്ടി തന്നിട്ട് നമുക്ക് നിർത്താം. 16-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. 16 verses 8 and 9. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. നിത്യസുവിശേഷം പറഞ്ഞതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കണമായിരുന്നു. ഈ ഇത്ര കഠിനമായ ശിക്ഷകൾ വന്നിട്ടും പക്ഷെ ഇവരെ മാനസാന്തരപ്പെട്ടില്ല. പകരം ദൈവത്തെ അപ്പോഴും ദുഷിച്ചതേ ഉള്ളൂ. അടുത്ത വാക്യങ്ങൾ കൂടെ 10-11 കൂടെ.
അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇവിടെയും അത് തന്നെ. ഇപ്പൊ ഇത്ര കഠിനമായ ശിക്ഷകൾ പോലും ദൈവം മനുഷ്യന്റെ മേൽ അയച്ചത്, അയ്യോ ഇത്ര വലിയ ദൈവമാണോ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിരുന്നു. അവരുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടാനായിരുന്നു. എന്നാൽ വിപരീത ഫലമാണ് അവരിൽ ഉളവായത്, അല്ലെങ്കിൽ വിരുദ്ധമായ കാര്യമാണ് അവർ ചെയ്തത്. ഏറ്റവും ഒടുവിലത്തെ വാക്യം കൂടെ വായിച്ചോ, 16-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേഴ്സ്. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. കണ്ടോ? അപ്പോൾ ഇതിന്റെ എല്ലാം ഉദ്ദേശം മാനസാന്തരമായിരുന്നു. ഇപ്പോഴെങ്കിലും അവർക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാമായിരുന്നു. അവസാന നിമിഷം വരെയും ദൈവം അവർക്ക് അവസരം കൊടുത്തു. പക്ഷേ ഈ കഠിനമായ ശിക്ഷകളിലൂടെ പോകേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ അവർ മാനസാന്തരപ്പെട്ടില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ചിലതൊക്കെ കയ്പായത് ഭവിച്ചേക്കാം. അത് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുന്നതാണ്. അത് ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണ്. നാം ഒരിക്കലും ആ സന്ദർഭങ്ങളിൽ ദൈവത്തെ ദുഷിക്കരുത്. ഈ ജനത്തെ പോലെ ദൈവത്തോട് വിഘടിക്കരുത്. ഇസ്രായേൽ മക്കളെ പോലെ മത്സരിക്കരുത്. ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും സ്തോത്രം. നാം മാനസാന്തരപ്പെടുവാൻ, നാം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവം നമ്മെ നടത്തുന്ന എല്ലാ ബാലശിക്ഷകളുടെ വഴികൾക്കായിട്ടും സ്തോത്രം. വേദനയുള്ളതായിരിക്കും അത്. എങ്കിലും നാം പിണങ്ങാതെ, കർത്താവേ എന്നെ ഇപ്പോഴും അങ്ങ് സ്നേഹിക്കുന്നല്ലോ, ഞാൻ അങ്ങയുടെ വിശുദ്ധി പ്രാപിക്കുവാൻ അങ്ങനെ ഈ വഴിയിലൂടെ നടത്തുന്നല്ലോ എന്ന് സന്തോഷത്തോടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കും എന്ന് കരുതട്ടെ. സ്തോത്രം. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ചോദിച്ചാട്ടെ. ഇന്ന് സമയമായതുകൊണ്ട് നമുക്ക് നിർത്താം. സ്തോത്രം. കർത്താവ് നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കായും, പാട്ടുകാരൻ പറയുന്നത് പോലെ നല്ല ശിഷ്യരാക്കുവാൻ കർത്താവ് തരുന്ന എല്ലാ ശിക്ഷകൾക്കും ശിക്ഷണ നടപടികൾക്കുമായി സ്തോത്രം. കർത്താവെ, തിരുസന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സ്തോത്രം. ലോകത്തോടുകൂടെ എന്നെ ശിക്ഷാവിധിയിൽ അകപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.